വീട്ടുമുറ്റത്ത് കൊലവിളിയോടെ നിൽക്കുന്ന കാട്ടാന. ഭയന്നു വിറച്ച കുട്ടികളടങ്ങുന്ന കുടുംബം. 3.5 മണിക്കൂർ കുടുംബം ഉറങ്ങാതെയിരുന്നു. ഭീതിയിലാണ് നാട്ടുകാരും. വടക്കാഞ്ചേരി പാഞ്ഞാൾ ഉതുവടി പള്ളിക്ക് സമീപം താമസിക്കുന്ന നെയ്യൻ വർഗീസിന്റെ മകൻ പരേതനായ റിൻസന്റെ വീട്ടിലാണ് നടുക്കുന്ന സംഭവം അരങ്ങേറിയത്. തുടർച്ചയായ 2ാം ദിവസവും കുടുംബത്തെയും നാട്ടുകാരെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി. സമീപവാസികളെ ഫോണിൽ വിളിച്ചാൽ ആർക്കും ഈ ഘട്ടത്തിൽ എത്താൻ കഴിയുകയില്ല. തുടർന്ന് 3.5 മണിക്കൂറോളം കുടുംബം ഉറങ്ങാതെയിരുന്നു. 6 മണിയോടെയാണ് ആന സ്ഥലം വിട്ടത്. സമാന രീതിയിൽ ഞായറാഴ്ച പുലർച്ചെയും വീടിന്റെ ചുറ്റുമതിൽ പൂർണ്ണമായും തകർത്ത് അകത്തുകയറിയ ആന പറമ്പിലെ ചക്കയും മാങ്ങയും വാഴയുമടക്കം കൃഷികളും നശിപ്പിച്ചിരുന്നു. എന്നാൽ തുടർച്ചയായി 2 ദിവസവും വിവരമറിയിച്ചിട്ടും വനവകുപ്പ് ഉദ്യോഗസ്ഥരോ മറ്റ് അധികാരികളോ സ്ഥലത്തെത്തിയില്ലെന്ന് ആക്ഷേപമുണ്ട്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിലേക്ക് കൂടി ആനകൾ എത്തുമോ എന്ന ഭീതിയിലാണിപ്പോൾ നാട്ടുകാർ. രാത്രികാല യാത്രകൾ ഇതോടെ പ്രതിസന്ധിയിലുമാണ്. നിലവിൽ തോന്നൂർക്കര മണ്ണാത്തിപ്പാറ മുതൽ പഴയന്നൂർ പഞ്ചായത്തിലെ തിരുമണി വരെയാണ് സൗരവേലി സ്ഥാപിച്ചിട്ടുള്ളത്. പലപ്പോഴും സൗരവേലി നശിപ്പിച്ചും ആനകൾ എത്താറുണ്ട്. സൗരവേലി സ്ഥാപിക്കാത്ത ഇടങ്ങളിലൂടെയാണ് ആനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. UTV ന്യൂസ്, പാലക്കാട്.